ഹലോ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് ഇതായിരുന്നു. ഒരു ഹോമോജിനിയസ് സിസ്റ്റം AX=0 എന്നുള്ളൊരു ഹോമോജിനിയസ് സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിലൊരു നോൺ സീറോ സൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു കണ്ടീഷനാണ് ആ തിയറം പറയുന്നത്. ദാറ്റ് ഈസ് എ ഹോമോജിനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ AX=0 ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓർ നോൺ സീറോ സൊല്യൂഷൻ if and only if rank of A strictly less than number of columns of A or number of unknowns. Number of columns of A തന്നെയാണ് number of unknowns എന്ന് പറയും. That is rank of A strictly less than number of unknowns അല്ലെങ്കിൽ number of columns of A ആണെങ്കിൽ AX=0 എന്ന് പറയുന്ന ഈ ഒരു ഹോമോജിനിയസ് സിസ്റ്റത്തിന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം. അതേപോലെ തിരിച്ച് AX=0ക്ക് ഒരു നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ആയിരിക്കും അല്ലെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, ഈ ഒരു രണ്ട് മെട്രീക്സിൻ്റെ ഇക്വലൻ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ രണ്ട് മെട്രിക്സ് തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സ് ഇക്വലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ റാങ്ക് സെയിം ആണ് അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രൈറ്റീരിയൻ പറഞ്ഞിരുന്നു, ഇക്വലൻസിക്ക് ഒരു ക്രൈറ്റീരിയൻ പറഞ്ഞത് M/N മെട്രീസ് ആർ ഇക്വലൻ്റ് if and only if they have the same rank. ഇപ്പോൾ രണ്ടിനെയും റാങ്ക് സെയിം ആണോ ചെക്ക് ചെയ്താൽ മതി. റോ എച്ച്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് റാങ്ക് എന്താണ് കിട്ടുക, നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റാങ്ക് പറയാൻ പറ്റും. സോ നിങ്ങൾക്ക് രണ്ട് മെട്രിക്സിൻ്റെയും റാങ്ക് ഓഫ് എയും നമ്മളതിനെ ഫസ്റ്റ് മെട്രിക്സിനെയും സെക്കൻഡ് മെട്രിക്സിന് ബിയും ആയിട്ട് കൺസിഡർ ചെയ്തപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ബിയും നമുക്ക് 2 തന്നെയാണ് കിട്ടുക, 3 ആണ് കിട്ടുക. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നു, റാങ്ക് ഓഫ് ബി എന്ന് പറയുന്നു 3 ആണ് കിട്ടുക. സോ സെയിം റാങ്ക് ആണ്, അതുകൊണ്ട് നമുക്ക് പറയാം എയും ബിയും ഇക്വലൻ്റ് മെട്രീസസ് ആണെന്ന് പറയാം, ഇക്വലൻ്റ് മെട്രീസസ്. ഓക്കെ, so next we consider another theorem, theorem 1.28. A non-homogeneous system AX=B has a solution if and only if rank of A equal to rank of the augmented matrix AB. നമ്മൾ ഓൾറെഡി പറഞ്ഞു augmented matrix AB, അതായത് ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. AX=B എന്ന് പറയുന്നതാണ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം. സോ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ if and only if rank of A എന്ന് പറയുന്നത് എയുടെ റാങ്കും ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും സെയിം ആണ്, if and only കണ്ടീഷനാണ്. ദാറ്റ് ഈസ് എ നോൺ ഹോമോജീനിയസ് സിസ്റ്റം AX=B ഹാസ് എ സൊല്യൂഷൻ if and only if rank of A ഈക്വൽ ടു റാങ്ക് ഓഫ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. ക്ലിയർ ആണല്ലോ? എങ്കിൽ മാത്രമേ നോൺ ഹോമോജീനിയസ് സിസ്റ്റം AX=Bക്ക് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ട്, ഏതാണ് സീറോ സൊല്യൂഷൻ അല്ലെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണ് നമ്മൾ ലാസ്റ്റ് തിയറം പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴാണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക, അതായത് എയുടെ റാങ്കും കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റാങ്കും ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം നോൺ ഹോമോജീനിയസ് സിസ്റ്റം AX=Bക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, പ്രൂഫ്. വി കൺസിഡർ പ്രൂഫ്. ഇഫ് A is a matrix of size M/N, so A is a matrix of size M/N, then there is an n/1 matrix X such that AX=B. So consider the system, non-homogeneous system AX=B. Here A is an m/n matrix and X is an n/1 matrix such that satisfying the condition AX=B. Okay, so നമ്മൾ നേരത്തെ പറഞ്ഞു എയുടെ കോളംസിനെ നമ്മൾ സ്മോൾ a1 a2 എക്സെട്ര an എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സോ A1 എന്ന് പറയുന്നത് എയുടെ ഫസ്റ്റ് കോളമാണ്, A2 എന്ന് പറയുന്നത് സെക്കൻഡ് കോളമാണ്. സോ AX=0 നമ്മൾ നേരത്തെ ഹോമോജീനിയസ് ഇക്വേഷൻ കൺസിഡർ ചെയ്തപ്പോൾ AX=0 എന്നുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ കൺസിഡർ ചെയ്തപ്പോൾ A×Xൻ്റെ ഈ ഒരു A1 A2 AN കോളംസിൻ്റെ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് A×X നമ്മൾ എഴുതിയിരുന്നു. ദാറ്റ് ഈസ് A×X എന്താ വരിക, A×X. X ഈസ് ദ കോളം മെട്രിക്സ്, X1 X2 എക്സെട്ര Xn, ദാറ്റ് ഈസ് അവർ X. ഓക്കെ, സോ A×X ദിസ് ആർ കോളംസ്. A ഫസ്റ്റ് കോളം A1, സെക്കൻഡ് കോളം A2 എക്സെട്ര nth കോളം ഓഫ് A is AN. സോ A×X എഴുതി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്തതാണ് കഴിഞ്ഞ തിയറത്തിൽ. So A×X become X1 into A1 plus X2 into A2 plus etc. Xn into AN equal to B. Okay, so AX=B എന്ന് നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് എഴുതി. ദാറ്റ് ഈസ് വി ഗെറ്റ് X1 into A1 plus X2 into A2 plus etc. Xn into AN equal to B. വേറെ X1 X2 etc. Xn നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന X1 X2 etc. Xn നമ്മൾ സ്കേലാർസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് A1 A2 ANൻ്റെ കോളംസ് ഓഫ് എയുടെ കോളംസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് X1 A1 plus X2 A2 plus etc. Xn AN എന്ന് പറയും. ഈ കോളംസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ്. ഇവിടുത്തെ സ്കേലാർസ് എന്ന് പറയുന്നതാണ് X1 X2 etc. Xn എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്കേലാർസ്. ക്ലിയർ ആണല്ലോ? ഇനി
ഇവിടെ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് x1a1 പ്ലസ് x2a2 പ്ലസ് എക്സെട്ര xnan ഈക്വൽ ടു ബി എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതി. സോ ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് a1 a2 an എന്ന് പറയുന്ന n കോളംസ്, എയുടെ n കോളംസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ കോളം മെട്രിക്സ് ബി, ബിയോട് ഈക്വൽ ആണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി എന്ന് പറയുന്ന എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ ബി എന്ന് പറയുന്ന കോളം മെട്രിക്സിനെ ഞാൻ a1 a2 എക്സെട്ര a1 a2 എക്സെട്ര an എന്ന് പറയുന്ന എയുടെ n കോളംസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു അല്ലേ. ബി എന്ന് പറയുന്ന കോളം മെട്രിക്സിനെ a1 a2 എക്സെട്ര an എന്ന് പറയുന്ന കോളംസുകളിലെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു. അതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ബിയെ എനിക്കിങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതനുസരിച്ച് ലീനിയർലി ഡിപ്പെൻഡൻസിൻ്റെ ഇക്വലൻ കണ്ടീഷൻ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു റോയെ അല്ലെങ്കിൽ ഒരു കോളം ഇക്വലൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിലൊരു റോയെ ബാക്കിയുള്ള റോകളിലെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു റോയെ ബാക്കിയുള്ള റോകളിലെ ലീനിയർ കോമ്പിനേഷനായിട്ട്, അതേപോലെ തന്നെ ഒരു കോളംസിൽ ലീനിയർ ഡിപ്പെൻഡൻറ്റ് കേസിലാണെങ്കിൽ ഒരു കോളത്തെ ബാക്കിയുള്ള കോളംസുകളിൽ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ആ കോളംസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ലീനിയർ ഡിപ്പെൻഡൻസിൻ്റെ ഇക്വലൻ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബി എന്ന് പറയുന്ന കോളത്തെ എനിക്ക് a1 a2 എക്സെട്ര an-ൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും എന്നതാണല്ലോ ഈ എക്സ്പ്രഷൻ മീൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ a1 a2 എക്സെട്ര an, ബി എന്ന് പറയുന്ന ഈ കോളംസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കളക്ഷൻ, ഈ കോളംസ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും? ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. കാരണം ബി എ എനിക്ക് ബാക്കിയുള്ള കോളമുകളിലെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് a1 a2 എക്സെട്ര an, ബി എന്ന് പറയുന്ന ഈ കളക്ഷൻ, കോളംസുകളുടെ ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഇസ് ദ കേസ് ഇഫ് ആൻഡ് ഓൺലി ബി ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബി ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദ കോളംസ് ഓഫ് എ. ദാറ്റ് മീൻസ് ഈ കളക്ഷൻ a1 a2 എക്സെട്ര an, ബി എന്ന് പറയുന്ന ഈ സെറ്റ് അല്ലെങ്കിൽ കോളംസുകളുടെ ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? കാരണം ബി എ എനിക്ക് ബാക്കിയുള്ള കോളംസുകളിൽ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ഓക്കെ, വിച്ച് ഈസ് ദ കേസ് ഇഫ് ആൻഡ് ഓൺലി the augmented matrix AB has the same rank as A. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a1 a2 എക്സെട്ര an-നോട് കൂടി ഞാൻ ബി എന്ന് പറയുന്ന ഒരു കോളം കൂടെ കൂട്ടിച്ചേർത്തു. ഈ a1 a2 എക്സെട്ര an എന്ന് പറയുന്നത് ശരിക്കും എയുടെ n കോളംസ് ആണ് അല്ലേ. എയുടെ കോളംസ് ആണ് a1 a2 എക്സെട്ര an. അതിനോട് കൂടി ബി എന്ന് പറയുന്ന ഒരു കോളം കൂടെ കൂട്ടിച്ചേർത്തു. ശരിക്കും നമ്മൾ augmented matrix AB എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഫോം ചെയ്യുന്നത്? augmented matrix AB നമ്മൾ ഫോം ചെയ്യുന്നത് ആദ്യം നമ്മൾ എയുടെ എല്ലാ കോളംസും എഴുതി, അതിനോട് കൂടി ലാസ്റ്റ് നമ്മൾ ഏത് കോളം കൂട്ടിച്ചേർത്തു? ബി എന്ന് പറയുന്ന കോളം കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മൾ augmented matrix AB ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? a1 a2 എക്സെട്ര an എന്ന് പറയുന്ന കോളത്തോട് കൂടി ബി എന്ന് പറയുന്ന കോളം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഈ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. ഈ ഫുൾ കോളംസ് എന്ന് പറയുന്നത്, ബി ഉൾപ്പെടെയുള്ള കോളംസ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് എയുടെ n കോളംസിനോട് കൂടി അല്ലെങ്കിൽ എയുടെ കോളംസിനോട് കൂടി ബി എന്ന് പറയുന്ന കോളം കൂട്ടിച്ചേർത്തപ്പോൾ ആ കളക്ഷൻ എന്താണെന്ന് കിട്ടി? ആ കളക്ഷൻ എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറി. ക്ലിയർ ആണല്ലോ? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറി. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയുടെ കോളം റാങ്ക് എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താണ്? എ ബിയുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയുടെ കോളം റാങ്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ്. അതാണല്ലോ എ ബിയുടെ കോളം റാങ്ക്. എയുടെ കോളം റാങ്ക് എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ഓഫ് എ ആണ് അല്ലേ. സോ എ ബിയുടെ കോളം റാങ്കും എയുടെ കോളം റാങ്കും സെയിം ആയിരിക്കുമല്ലോ. കാരണം എന്താണ്? എയുടെ കോളം റാങ്ക് എന്ന് പറഞ്ഞാൽ എയിലുള്ള മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ആണ്. ഓക്കെ, എയിലെ കോളംസ് എന്ന് പറഞ്ഞാൽ a1 a2 എക്സെട്ര an വരെയാണ് എയുടെ കോളംസ് എന്ന് പറയുന്നത്. എ ബിയുടെ കോളം എന്ന് പറഞ്ഞാൽ എ ബിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് കൂടെ കൂട്ടിച്ചേർത്തു? ഒരു കോളം കൂടെ കൂട്ടിച്ചേർത്തേ ഉള്ളൂ. എയുടെ കോളംസിനോട് കൂടി ഒരു കോളം കൂടെ കൂട്ടിച്ചേർത്ത് ബി എന്ന് പറയുന്നു. പക്ഷേ ബി കൂട്ടിച്ചേർത്തപ്പോൾ ആ കളക്ഷൻ എന്താണെന്ന് കിട്ടി? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവുക ചെയ്തു. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. ബിയുടെ കൂട്ടിച്ചേർത്തപ്പോൾ ഈ കളക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ ബിയുടെ കോളംസ് എന്ന് പറയുന്നത് ഫുൾ കോളംസ്, ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബിയുടെ ഫുൾ കോളംസ് എടുക്കുമ്പോൾ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന കോളം എയുടെ കോളംസിനോട് കൂട്ടിച്ചേർത്തപ്പോൾ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് മാറിയത്. ഒരിക്കലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിനൊരിക്കലും, ഈ ലാസ്റ്റ് കോളത്തിന് ഒരിക്കലും
കോളം റാങ്കിൽ ഒരു എഫക്റ്റ് വരുന്നില്ല. കാരണം ലാസ്റ്റ് കോളം ഈ ഒരു ബി എന്ന് പറയുന്ന കോളം ഇതിനോട് കൂടി കൂട്ടിച്ചേർത്തപ്പോൾ എയുടെ കോളംസിനോട് കൂടി ബി കൂട്ടിച്ചേർത്തപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകുന്നില്ല, പകരം എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്നില്ല, പകരം അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ആയിട്ടാണ് മാറുന്നത്. ദാറ്റ് മീൻസ് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ആണ് കോളം റാങ്ക് എന്ന് പറയുന്നത്. അതായത് ബി എന്ന് പറയുന്ന കോളം കൂട്ടിച്ചേർത്തപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്നില്ല, പകരം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് മാറുന്ന കളക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിക്ക് കോളം റാങ്കിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ബി കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് കോളം റാങ്കിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ബി എന്ന് പറയുന്ന കോളം എയുടെ കോളംസിനോട് കൂട്ടിച്ചേർത്തപ്പോൾ ആ കളക്ഷൻ എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് മാറിയത്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് ഒരിക്കലും കോളം റാങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. ബി എന്ന് പറയുന്ന ഈ കോളം ഒരിക്കലും എ ബിയുടെ ഈ ഒരു കോളം റാങ്കിൽ അല്ലെങ്കിൽ എയുടെ കോളം റാങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. ക്ലിയർ ആണല്ലോ? എയുടെ കോളം റാങ്കിൽ അല്ലെങ്കിൽ എ ബിയുടെ കോളം റാങ്കിൽ ഒരു ചേഞ്ച്. ദാറ്റ് മീൻസ് എ ബിയുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ കോളം റാങ്കും എയുടെ കോളം റാങ്കും സെയിം ആണെന്ന് കിട്ടി. എയുടെ കോളം റാങ്ക് എന്ന് പറഞ്ഞാൽ A1 A2 എക്സെട്ര AN എന്ന് പറയുന്ന കോളംസിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ആണ് എയുടെ കോളം റാങ്ക്. എ ബിയുടെ കോളം റാങ്ക് എന്ന് പറഞ്ഞാൽ A1 A2 എക്സെട്ര AN, B എന്ന് പറയുന്ന കോളംസിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ആണ് എ ബിയുടെ കോളം റാങ്ക്. പക്ഷേ ബി എന്ന് പറയുന്നത് ഒരിക്കലും A1 A2 എക്സെട്ര AN, B എന്ന് പറയുന്ന എ ബിയുടെ ഫുൾ കോളംസ് എന്താണെന്ന് കിട്ടിയേ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകും. എന്ന് പറഞ്ഞാൽ ബി കൂട്ടിച്ചേർക്കുന്നത് ബി ഉൾപ്പെടുത്തുമ്പോൾ അതൊരിക്കലും എന്തായിട്ടില്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്നില്ല. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് തന്നെ എയിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും എ ബിയിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസും സെയിം ആയിരിക്കും. കാരണം എക്സ്ട്രാ എ ബിയിലും എയിലും എക്സ്ട്രാ വരുന്നത് ഒരേ ഒരു കോളമേ ഉള്ളൂ, ബി. പക്ഷേ ആ ബി കൂട്ടിച്ചേർക്കുമ്പോൾ ആ കോളം ആ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് പോകുന്നത്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ എ ബിയുടെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് എന്ന് പറയുന്നത് തന്നെയാണ് എയുടെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ ബിയുടെ കോളം റാങ്കും എയുടെ കോളം റാങ്കും സെയിം ആണെന്ന് കിട്ടി. കോളം റാങ്കും റോ റാങ്കും അതിനെയാണ് നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കോളം റാങ്കും അല്ല റോ റാങ്കും സെയിം ആണ്, അതിനെയാണ് നമ്മൾ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി? എ ബിയുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റാങ്കും സെയിം ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ കൃത്യമായിട്ട് കോളം റാങ്ക് എന്ന് ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ കിട്ടിയല്ലോ. അപ്പോൾ അതാണ് കണ്ടീഷൻ. നമ്മൾ വന്നത് ഇങ്ങനെയായിരുന്നു. അതായത് AX=B എന്ന് പറയുന്ന ഈ ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകാനുള്ള കണ്ടീഷനിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു കേസിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടി AX=Bക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി എ ബിയുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റാങ്കും സെയിം ആയിരിക്കണം നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ നോൺ ഹോമോജീനിയസ് സിസ്റ്റം AX=B ഹാസ് എ സൊല്യൂഷൻ ഇഫ് ആൻഡ് ഓൺലി rank of A equal to rank of AB. Rank of A equal to rank of AB. Okay. Next we consider definition. A system of linear equations is consistent if it has a solution. Otherwise it is inconsistent. ഒരു system of linear equations consistent ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിന് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഏതാണ്? ട്രിവിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സീറോ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ ഹോമോജീനിയസ് സിസ്റ്റം എപ്പോഴും കൺസിസ്റ്റൻറ്റ് സിസ്റ്റമാണ്. ക്ലിയർ ആണല്ലോ? ഹോമോജീനിയസ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസിസ്റ്റൻറ്റ്. സൊല്യൂഷനുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ കൺസിസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളതിനെ ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് വി കൺസിഡർ അനദർ തിയറം 1.29. Let a consistent system of linear equations have as coefficient matrix, the n by n matrix A of rank A equal to P, then n minus P of the unknowns can be assigned arbitrarily and the equations can be solved in terms of them as a parameters. അപ്പോൾ നമുക്കൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആണ്, ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു തിയറം പറയുക. അതായത് കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റാങ്ക് ആദ്യം കണ്ടുപിടിക്കുക. എയുടെ റാങ്ക് ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എഴുതുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ ആ സിസ്റ്റം മെട്രിക്സ് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് എ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് മെട്രിക്സ് എ കൺസിഡർ ചെയ്യുക. കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക. സപ്പോസ് റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് എ എന്ന് പറയുന്നത് P ആണെങ്കിൽ n മൈനസ് പി
അൺനോൺസിന് നമ്മൾ ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്യുക. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ആണ് n എന്ന് പറയുന്നത്. സോ n-p അൺനോൺസിന് ആർബിട്രറി വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിസ്റ്റത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. കൺസിഡർ പ്രൂഫ്. കൺസിഡർ ദ ഓഗ്മെന്റഡ് മെട്രിക്സ് AB. Consider the augmented matrix AB. Perform raw operations to transform A to Hermite form. Thus we obtain a matrix of the form H of A. See, okay. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് AB കണ്ടുപിടിക്കും. ആദ്യം നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് AB എഴുതുക. ഇപ്പോൾ നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് കിട്ടി. ദെൻ ഓഗ്മെന്റഡ് മെട്രിക്സ് ABയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുക. ഓഗ്മെന്റഡ് മെട്രിക്സ് ABയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കാം. സോ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫോം എന്ന് പറയുന്നത് H of A C ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ABയുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് കണ്ടുപിടിക്കുക. സോ ABയുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് അതിൽ നിന്നും എയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കും. സോ ABയുടെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് അതിൽ നിന്നും എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെർമൈറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കാം. ഈ B എന്ന് പറയുന്ന കോളം മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് C എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ആദ്യം നമ്മൾ ABയുടെ ഹെർമൈറ്റ് ഫോമാണ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് നമുക്ക് എയുടെ ഹെർമൈറ്റ് ഫോം എന്താണെന്ന് പറയാൻ പറ്റും. B എന്ന് പറയുന്ന ഈ കോളം മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സും അതിനാണ് നമ്മൾ C എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ വിച്ച് ഇഫ് ദ റാങ്ക് ഓഫ് A ഈസ് P, that means there are P non-zero rows, then the corresponding system of equation H of A into X equal to C is equivalent to the original system, and its form allows us to assign n-p of the unknowns as a solution as solution parameters. അപ്പോൾ നമ്മൾ മെത്തേഡ് ഇതാണ്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യുക. AB എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ദെൻ ആ ഓഗ്മെന്റഡ് മെട്രിക്സിൻ്റെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കുക. ഹെർമൈറ്റ് ഫോം നമ്മൾ പറഞ്ഞു, ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഹോമോജീനിയസ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് സീറോ സൊല്യൂഷൻ എപ്പോഴും ഉണ്ട്, നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും സൊല്യൂഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആണെന്ന് അറിയാം. സോ അതിനുള്ള നമ്മൾ കണ്ടീഷൻ പറഞ്ഞു, റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് ABയുടെ റാങ്കും എയുടെ റാങ്കും ഈക്വൽ ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെന്നാണ് തീർത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത് തീർത്ത് തന്നെ എന്തിനുണ്ട്, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ABയുടെ റാങ്കും എയുടെ റാങ്കും സെയിം ആണെന്നറിയാം. ഓക്കെ, ദെൻ അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം സൊല്യൂഷനിലേക്ക് പോകാൻ. സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ തീർത്തിൽ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ടുണ്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓഗ്മെന്റഡ് മെട്രിക്സ് AB സൊല്യൂഷൻ ഉണ്ടെന്ന് തന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓഗ്മെന്റഡ് മെട്രിക്സ് AB എഴുതി അതിൻ്റെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിച്ചു. സോ അതിൽ നിന്ന് നമുക്ക് എയുടെ ഹെർമൈറ്റ് ഫോമിനെയാണ്, അതിനെ നമ്മൾ H of A എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ B എന്ന് പറയുന്ന കോളം മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു C എന്ന് പറയുന്ന കോളം മെട്രിക്സും കിട്ടും അവിടെ നിന്ന്. ഓക്കെ, ദെൻ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി കൺസിഡർ ദ സിസ്റ്റം H of A ഇൻറ്റു എക്സ് ഈക്വൽ ടു C ആണ്. AX ഈക്വൽ ടു Bക്ക് കറസ്പോണ്ടിങ് ആയിട്ട് AX ഈക്വൽ ടു B എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ ഫോം ചെയ്ത സിസ്റ്റമാണ് H of A ഇൻറ്റു എക്സ് ഈക്വൽ ടു C. H of A എന്ന് പറയുന്ന എയുടെ ഹെർമൈറ്റ് ഫോമാണ് ഇൻറ്റു എക്സ് ഈക്വൽ ടു C. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന Bക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോളം മെട്രിക്സ് കിട്ടും, അതിനെ നമ്മൾ C എന്ന് വിളിക്കുന്നത്. അപ്പോൾ AX ഈക്വൽ ടു Bക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫോം ചെയ്ത ഇക്വേഷനാണ് H of A ഇൻറ്റു എക്സ് ഈക്വൽ ടു C. ദെൻ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ n-p അൺനോൺസിന് P എന്ന് പറയുന്ന എയുടെ റോ റാങ്ക് ആണ്, അല്ലെങ്കിൽ എയുടെ റാങ്ക് ആണ് P എന്ന് പറയുന്നത്. സോ n-p അൺനോൺസ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസ് ആണ് n എന്ന് പറയുന്നത്. സോ n-p അൺനോൺസിന് ആർബിട്രറി വാല്യൂസ് അസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും സൊല്യൂഷൻ പറയാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ തന്നെയാണ് AX ഈക്വൽ ടു B എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ ഗിവൺ സിസ്റ്റം ഓഫ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷനും. നമുക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. സോ ആ സൊല്യൂഷൻ തന്നെയാണ് AX ഈക്വൽ ടു Bയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റിലേക്ക് പോകാം, നിങ്ങൾക്ക് മനസ്സിലാവും. Let us determine for what values of alpha system x plus y plus z equal to 1, 2x minus y plus 2 z equal to 1, x plus 2y plus z equal to alpha as a solution. അപ്പോൾ നമുക്കൊരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം തന്നിരിക്കുന്നു. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ ആൽഫയ്ക്ക് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചു. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് ABയും സെയിം ആയിരിക്കണം.
അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്നതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് ഇക്വേഷൻ എഴുതുക. സോ മെട്രിക്സ് ഇക്വേഷൻ എഴുതുമ്പോൾ കോഎഫിഷ്യൻ മെട്രിക്സ് എന്ത് വരും? ഫസ്റ്റ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് റോ, ദാറ്റ് ഈസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, ഫസ്റ്റ് ഇക്വേഷനിൽ വൈയുടെ കോഎഫിഷ്യൻ്റ് 1, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 1. സെക്കൻഡ് ഇക്വേഷനിൽ വരുമ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2, സെക്കൻഡ് റോ എന്ന് പറയുന്നത് 2, വൈയുടെ കോഎഫിഷ്യൻ്റ് -1, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 2. തേർഡ് ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, വൈയുടെ കോഎഫിഷ്യൻ്റ് 2, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് 1. സോ കോഎഫിഷ്യൻ മെട്രിക്സ് എന്ത് വരും? 1 1 1, 2 - 1 2, 1 2 1 ഇൻറ്റു unknowns x, that is x y z, column matrix x y z equal to right side values 1 1 alpha, that is b. So a-യും x-ഉം b-യും നമുക്ക് കിട്ടി. ഓക്കെ, that is of the form ax equal to b. അപ്പോൾ നമുക്ക് ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലോ നമുക്ക് അറിയേണ്ടത്. സോ ഫസ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എ ബിയുടെ റാങ്കും എയുടെ റാങ്കും സെയിം ആണെന്ന് അറിയണ്ടേ. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും എയുടെ റാങ്കും സെയിം ആണെന്ന് നമുക്കറിയണം. അപ്പോൾ നമ്മൾ ആദ്യം ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. എ ബി എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ബി നമ്മൾ ഫോം ചെയ്തെന്തായിരുന്നു? എയുടെ ലാസ്റ്റ് കോളമായിട്ട് അല്ലെങ്കിൽ എയുടെ കൂടത്തിൽ നമ്മൾ ഏതൊരു കൂട്ടിച്ചേർക്കുന്നു? ബി എന്ന് പറയുന്ന ഈ ഒരു കോളം കൂടെ ഈ എയോട് കൂടെ എയുടെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കും. എയുടെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കും. സോ ഇതാണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ദെൻ നമുക്കറിയാം അതിൻ്റെ റാങ്ക് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിനെ ജസ്റ്റ് എഷ്ലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്താൽ മതി. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയുടെ എഷ്ലോൺ ഫോം കണ്ടുപിടിക്കുക. അതിലെ നോൺ സീറോ റോസിൻ്റെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഷ്ലോൺ ഫോമിലേക്ക് റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് എലിമെൻ്ററി റോ ഓപ്പറേഷൻസിലൂടെ അതിൻ്റെ എഷ്ലോൺ ഫോം കണ്ടുപിടിച്ചു. സോ നമുക്കൊരു എഷ്ലോൺ ഫോം കിട്ടി ഇവിടെ അല്ലേ. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അപ്പോൾ എയുടെ റാങ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ശരിക്കും നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എഷ്ലോൺ ഫോം എ ബിയുടെ എഷ്ലോൺ ഫോം കണ്ടുപിടിക്കുമ്പോൾ എയ്ക്കും കറസ്പോണ്ടിങ് ആ ചേഞ്ച് വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇവിടെ കിട്ടുന്നത് എയുടെ എഷ്ലോൺ ഫോമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. എയുടെ എഷ്ലോൺ ഫോം കൂടെ കിട്ടുന്നുണ്ട്. എയുടെ എഷ്ലോൺ ഫോമാണ് 1 1 1 0 -3 0 0 0 0 എന്ന് പറയുന്നത് എയുടെ എഷ്ലോൺ ഫോമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എയുടെ റാങ്ക് എത്ര കിട്ടുക? എയിലെ എഷ്ലോൺ ഫോമിൽ നോൺ സീറോ റോസിൻ്റെ എണ്ണം 2 നോൺ സീറോ റോസാണ് എയിലുള്ളത് അല്ലേ. സോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 നമുക്ക് കിട്ടി. ഇനി ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയും ഈക്വൽ ആയിരിക്കണം. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ദാറ്റ് മീൻസ് എയുടെ റാങ്ക് 2 കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയുടെ റാങ്ക് നമുക്ക് എന്ത് എഴുതുന്ന കിട്ടണം? 2 കിട്ടണം. സോ എ ബിയുടെ റാങ്ക് 2 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് റോ കംപ്ലീറ്റ് എന്തായി പോകണം? 0 കിട്ടണം. ദാറ്റ് മീൻസ് 3 alpha - 4 ഡിവൈഡഡ് ബൈ 3 എന്നുള്ള ടൈം എന്തായി പോകണം? ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 കിട്ടണമെന്നുണ്ടെങ്കിൽ 3 alpha - 4/3 എന്ന് പറയുന്നത് 0 കിട്ടണം. സോ അതാണ് കണ്ടീഷൻ. സോ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 2 ആകണമെന്നുണ്ടെങ്കിൽ 3 alpha - 4 ഡിവൈഡഡ് ബൈ 3 എന്നുള്ള ടൈം എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് എ കണ്ടീഷൻ. സോ റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2. ഹിയർ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ if and only if 3 alpha - 4/3 equal to 0. That is if and only if 3 alpha - 4 equal to 0. That is if and only if alpha equal to 4/3. അപ്പം നമുക്ക് തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൽ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൽഫയുടെ വാല്യൂ 4/3 ആയിരിക്കണം. ഇനി അപ്പോൾ നമ്മൾ ആൽഫയുടെ വാല്യൂ 4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ ലാസ്റ്റ് നമ്മൾ ഈ ഒരു എഷ്ലോൺ മെട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോമിലേക്ക് മാറ്റി ആൽഫ ഈക്വൽ ടു 4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1 1 1 1 0 -3 0 -1 ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0. ദെൻ നെക്സ്റ്റ് നമുക്കതിൻ്റെ നമുക്കതിൻ്റെ ഹെർമൈറ്റ് ഫോം കണ്ടുപിടിക്കും. ഇനി നമുക്കതിൻ്റെ സൊല്യൂഷൻ കൂടെ നോക്കാം. എന്താണ് സൊല്യൂഷൻ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഹെർമൈറ്റ് ഫോമാണ് കൺസിഡർ ചെയ്യുക. സോ ഹെർമൈറ്റ് ഫോമിലേക്ക് മാറ്റി ലാസ്റ്റ് നമുക്ക് ഹെർമൈറ്റ് ഫോം കിട്ടി. സോ ദിസ് ഇസ് ദ ഹെർമൈറ്റ് ഫോം ഓഫ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. Okay, that is 1 0 1 2/3 0 1 0 1/3 0 0 0 0. Okay, that is a Hermite form of the augmented matrix AB. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറത്തിൽ നോക്കി അറിയാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമ്മൾ എ ബിയുടെ ഹെർമൈറ്റ് ഫോമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് എയുടെ ഹെർമൈറ്റ് ഫോമും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ എയുടെ ഹെർമൈറ്റ് ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 0 1 0 1 0 0 0 0 എന്ന് പറയുന്നതാണ് എയുടെ ഹെർമൈറ്റ് ഫോം. അല്ലെങ്കിൽ എച്ച് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് എച്ച് ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ്? 3/3 മെട്രിക്സ് 1 0 1 0 1 0 0 0 0. ക്ലിയർ ആണല്ലോ. അതാണ് എയുടെ ഹെർമൈറ്റ് ഫോം. ഇനി നമ്മൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് പറയുന്ന കോളം മെട്രിക്സ് എയുടെ ലാസ്റ്റ് കോളമായിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന കോളം മെട്രിക്സ് ഇവിടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇവിടെ ഹെർമൈറ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തപ്പോൾ ബി എന്ന് പറയുന്ന കോളം ചേഞ്ച് ചെയ്ത് അവസാനം ഹെർമൈറ്റ് ഫോമിൽ ബി എന്ന് പറയുന്ന കോളം ചേഞ്ച് ചെയ്ത് വന്ന് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന കോളം ഏതാണ്? ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വരുന്ന കോളം, ആ ഹെർമൈറ്റ് ഫോമിൽ നമുക്ക് കിട്ടുന്ന കോളം എന്ന് പറയുന്നത് 2/3 1/0. അതിനെയാണ് നമ്മൾ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ തിയറം നിങ്ങൾ നോക്കണം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ തിയറം പ്രൂഫിൽ നിങ്ങൾ നോക്കുക. അതിനെയാണ് നമ്മൾ സി എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക? വി കൺസിഡർ ദ സിസ്റ്റം എച്ച് ഓഫ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു സി എന്നുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്യുക.
അപ്പോൾ അതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. എച്ച് ഓഫ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു സി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എച്ച് ഓഫ് എ. ഞാൻ പറഞ്ഞു എച്ച് ഓഫ് എ ഇൻറ്റു എക്സ് ഇസ് അവർ സി. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് ആ സിസ്റ്റം സോൾവ് ചെയ്യുമ്പോൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ വി ഗെറ്റ് എക്സ് ഈക്വൽ ടു 2/3 മൈനസ് 0 എന്ന് കിട്ടും, വൈ ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 2/3 മൈനസ് 0, വൈ ഈക്വൽ ടു 1/3. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ എത്ര അൺനോൺസിന് ആർബിട്രറി വാല്യൂ കൊടുക്കണം എന്ന് നമ്മൾ നേരത്തെ ആ തീരത്തിൽ പറയുന്നുണ്ട്. n-p അൺനോൺസിന് നമ്മൾ ആർബിട്രറി വാല്യൂ കൊടുക്കും. പി എന്ന് പറയുന്നത് എ ബിയുടെ അല്ലെങ്കിൽ എയുടെ റോ റാങ്കിനെയാണ് നമ്മൾ പി എന്ന് വിളിക്കുന്നത്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബി ഈക്വൽ ആണ്. സോ പി എന്ന് പറയുന്നത് 2 നമുക്ക് കിട്ടുന്നുണ്ട്. പി എന്ന് പറയുന്നത് 2 ആണ്. എൻ എന്ന് പറയുന്നത് എയുടെ നമ്പർ ഓഫ് കോളംസ് ആണ്, അല്ലെങ്കിൽ അൺനോൺസിൻ്റെ എണ്ണമാണ് എൻ എന്ന് പറയുന്നത്. ഇവിടെ എത്ര അൺനോൺസ് ഉണ്ട്? 3 ആണ്. സോ n-3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 2 ഈക്വൽ ടു 1. അതായത് ഒരു അൺനോണിന് ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ്. ഇവിടെ എത്ര അൺനോൺസ് ഉണ്ട്? എക്സ്, വൈ, ഇസഡ് 3 അൺനോൺസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു അൺനോണിന് ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നതനുസരിച്ച് ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു 2/3 മൈനസ് 0 ചെയ്തിട്ടുണ്ട്, വൈ ഈക്വൽ ടു 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എക്സിനെ നമ്മൾ ഇസഡിൻ്റെ ടൈമിൽ എക്സ്പ്രസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇസഡിനെ ആർബിട്രറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇസഡിനെ ആർബിട്രറി വാല്യൂ, ഇസഡ് എന്ന് പറയുന്ന ആർബിട്രറി വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ വി കൺസിഡർ ഇസഡ് ഈസ് ആർബിട്രറി നമ്പർ. Therefore we get the solution നമുക്ക് എന്ത് കിട്ടി? സൊല്യൂഷൻ വെക്ടർ നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു 2/3 മൈനസ് ഇസഡ്, വൈ ഈക്വൽ ടു 1/3. ഇസഡ് എന്താണ്? ഇസഡ് ഈസ് ആൻ ആർബിട്രറി നമ്പർ. സോ ദാറ്റ്സ് സൊല്യൂഷൻ വെക്ടർ. ക്ലിയർ ആണല്ലോ? Therefore we get the general solution is x equal to 2/3 minus z, y equal to 1/3, and z is an arbitrary number, where z is an arbitrary number. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇസഡിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ സൊല്യൂഷൻ കിട്ടും. സപ്പോസ് ഇസഡ് ഈക്വൽ ടു 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 2/3 മൈനസ് 1 എന്ന് കിട്ടും, വൈയുടെ വാല്യൂ 1/3 എന്ന് കിട്ടും, ഇസഡ് ഈക്വൽ ടു 1. അതൊരു സൊല്യൂഷനാണ്. ഇനി ഇസഡ് ഈക്വൽ ടു 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2/3 എന്ന് കിട്ടും, വൈയുടെ വാല്യൂ 1/3 എന്ന് കിട്ടും, ഇസഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് മറ്റൊരു സൊല്യൂഷനാണ്. തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇസഡിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്, വൈ, ഇസഡ് വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഓരോ സൊല്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് നമുക്കിവിടെ ഇത്തരത്തിൽ ഫോം ചെയ്യാം തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആണല്ലോ?